എല്ലാ സ്നേഹത്തിനും നിങ്ങൾ നൽകുന്ന എല്ലാ ഉപദേശങ്ങൾക്കും ഹൃദ്യമായ നന്ദി. ചാനലിന്റെ വളർച്ച നിങ്ങൾ നൽകുന്ന ഈ അംഗീകാരമാണ്. വെൽക്കം ബാക്ക്. മനുഷ്യരെ പോലെ സംസാരിക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ നമുക്കെന്നും പ്രിയപ്പെട്ടവയാണ്. ഒരിക്കൽ ഒരു മനുഷ്യനോട് ഒരു കഴുത സംസാരിച്ചു. ആ കഴുത തൻ്റെ യജമാനോട് സംഭാഷിച്ച ആ സംഭാഷണങ്ങൾ മനുഷ്യന് ഒരത്ഭുതമായ വിഷയമാണ്. ഇതിന്റെ പിന്നിലെ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിലർ എന്നോട് ചോദ്യങ്ങളായി ഉന്നയിച്ചു. അവയെപ്പറ്റിയുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. ബയോറിന്റെ മകനും മെസൊപ്പൊത്താമിയയിലെ പെതോറിൽ നിന്നുള്ള ഒരു പ്രവാചകനുമായിട്ടാണ് ബിലെയാമിനെ നാം കാണുന്നത്. ഈ മനുഷ്യനെ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ഇസ്രയേലിനെ ശപിപ്പാനായിട്ട് വിളിച്ചു വരുത്തി. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്നും നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടിരിക്കുമെന്നും ബിലെയാമിനോട് പറഞ്ഞ് അവന്റെ ചെയ്തികളെക്കുറിച്ചുള്ള പ്രശംസകളിലൂടെ അവനെ വശീകരിച്ച് ദൗത്യത്തിന് അവനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. മോവാബ്യ രാജാവായ ബാലാക്ക് ബിലെയാമിനെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തുവാനുള്ള കാരണം അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ മാന്ത്രികനും പ്രവാചകനും ജ്യോത്സ്യനും സ്വപ്നങ്ങളുടെ അർത്ഥം പൊരുൾത്തിരിക്കുന്നവനും രാജാക്കന്മാരുടെ ബുദ്ധിയുപദേശകനുമായിരുന്നു ബിലെയാമെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വരുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ, വിനാശങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ബിലെയാം. ഇങ്ങനെ ബിലെയാമിനെ വിളിച്ചു വരുത്തിയ ഈ ദുർമന്ത്രവാദിയായ മനുഷ്യൻ ബൈബിളിന്റെ ചരിത്രത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? അതിന്റെ പിന്നാമ്പുറങ്ങളാണ് ഇന്ന് നാം തിരയുന്നത്. ഈ മനുഷ്യനെ വിളിച്ചു വരുത്തുമ്പോൾ ദാസന്മാരിലൂടെ വലിയ സമ്പത്തും ഭവനവും മറ്റ് സമ്മാനങ്ങളും ഈ മനുഷ്യന് ഈ രാജാവ് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അവയിൽ വശംവദനാകാതിരിക്കുമ്പോൾ തുടർമാനമായ ശ്രമത്തിലൂടെ അവനെ വരുതിയിൽ വരുത്തുവാനുള്ള ഒരു പരിശ്രമം ബാലാക്ക് ചെയ്തു. അവസാനം നിർബന്ധം സഹിക്കവയ്യാതെ ആ മനുഷ്യൻ പുറപ്പെട്ടു വരികയും യഹോവയായ കർത്താവ് എന്തെങ്കിലും അരുളി ചെയ്താൽ അതുമാത്രം ഞാൻ സംസാരിക്കുമെന്നും ആ മനുഷ്യൻ പറഞ്ഞിട്ട് കടന്നു വരുന്നു. പെരുവഴിയിൽ വെച്ച് ഈ മനുഷ്യന്റെ മാർഗമധ്യയിൽ താൻ സഞ്ചരിച്ചിരുന്ന വാഹനമൃഗമായ കഴുത തന്നെ മതിലിനോട് ചേർത്ത് ഞെരുക്കുകയും പലവുരുവ് അദ്ദേഹം ആ മൃഗത്തെ മർദ്ദിക്കുകയും ചെയ്യുന്നു. അവസാനം ഈ മൃഗം അദ്ദേഹത്തോട് വായ് തുറന്ന് സംസാരിക്കുകയും മുൻപിൽ നിൽക്കുന്ന ദൂതനെ, അപകടകരമായ രീതിയിൽ പ്രകോപിതനായി നിൽക്കുന്ന ദൂതനെ ഈ കഴുതയുടെ സംഭാഷണത്തിലൂടെ ആ മനുഷ്യൻ തിരിച്ചറിയുകയും ചെയ്യുന്നു. ദൈവശാസ്ത്രജ്ഞനായ കുനന്റെ ഒരു ആർട്ടിക്കിൾ, അതോടൊപ്പം തന്നെ ഒബ്സർവേഷൻ ക്രിട്ടിക് എന്ന് പറയുന്ന പുസ്തകം 1888 എഴുതിയ വാൻ ഹൂനാക്കറുടെ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ, ഹാവേലിയുടെ റിവ്യൂ ഓഫ് സെമറ്റിക് 1894 എഴുതിയ ഈ ഗ്രന്ഥം, അതിന്റെ പേജ് 201 മുതൽ 209 വരെയുള്ള ഭാഗങ്ങൾ, ഇവയാണ് നാം ഇന്ന് മുഖ്യമായും റഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അലക്സാണ്ട്രിയൻ ജൂതന്മാർ ബിലെയാമിനെ ഒരു മഹാമന്ത്രവാദിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഇദ്ദേഹം ഒരു ഇതിഹാസ വിഷയമായും നിലനിൽക്കുന്നു. ഒരു ദിവ്യനും പ്രവാചകനുമായി ഈ മനുഷ്യനെ കാഴ്ചപ്പാടുകളിലൂടെ അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളെയും വരൾച്ചകളെയും ഒക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന, മുൻകൂട്ടി പറയുവാൻ കഴിയുന്ന, അപകടങ്ങളെപ്പറ്റി സൂചന നൽകാൻ കഴിയുന്ന ഒരു മനുഷ്യനായിട്ടാണ്, ഈ ദിവ്യനായിട്ടാണ് ഈ മനുഷ്യനെ നമ്മുടെ മുന്നിൽ ഈ ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ ഇസ്രയേൽ മക്കൾക്ക് ന്യായപ്രമാണ കൽപ്പനകളെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ദാനം ചെയ്യുമ്പോൾ ഭൂമി കുലുങ്ങിയെന്നും ആ ഭൂമി കുലുക്കത്തിൽ ഭ്രമിച്ചുപോയ രാജ്യങ്ങളും രാജാക്കന്മാരും ബിലെയാമിന്റെ അരികിൽ ആളയച്ച് കാരണം അന്വേഷിച്ചു. പുതിയൊരു പ്രളയത്തിന്, വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയാണോ എന്ന്. അല്ല, ഇത് ആ ജനത്തിന് ദൈവം ന്യായപ്രമാണം നൽകുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവസാന്നിധ്യമാണെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അക്കാലഘട്ടങ്ങളിൽ ജനത്തിന് ബുദ്ധി ഉപദേശിച്ചു. സമൃദ്ധിയുടെ കാലങ്ങൾ, മഴ, ക്ഷാമം ഇവയെക്കുറിച്ചൊക്കെ മുൻകൂട്ടി പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഈ മനുഷ്യനെ ജോസിഫസിന്റെ ചരിത്രരേഖകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജൂവിഷ് ആന്റിക്കിൽ 4-ാം അധ്യായം 6-ാം ഭാഗത്തും ഇദ്ദേഹത്തെക്കുറിച്ച് ജോസിഫസ് എഴുതി വിവരിച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് ബയോറിന്റെ മകനും
ഏദോമിലെ ആദ്യത്തെ ഒരു രാജാവിന്റെ സാമ്യതയും തമ്മിൽ നോക്കിയിട്ട് ഇവർ തമ്മിൽ ഒന്നാണോ എന്ന് സന്ദേഹിച്ച് സംശയമുന്നയിക്കുന്ന ചരിത്രരേഖകളും ഇയ്യോബിന്റെ സുഹൃത്തായ ഏലിഹുവിനോടൊപ്പം ഈ മനുഷ്യനെ നാം കാണുന്നുണ്ട്. ഫറവോന്റെ ഉപദേഷ്ടാക്കന്മാരിൽ 3 പേരായിരുന്നു ഏറ്റവും പ്രാധാന്യമുള്ളവർ. അതിലൊരുവൻ മോശയുടെ അമ്മായിപ്പനായിരുന്ന റെഗുവേലും, മറ്റൊരുത്തൻ ബെരോറിന്റെ മകനായ ബിലയാമും, മറ്റൊന്ന് ബെയോറും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ ഫറവോന്റെ ഉപദേഷ്ടാക്കന്മാരിൽ ഒരുവനായിട്ട് ഈ മനുഷ്യനെ നാം കാണുന്നതോടൊപ്പം യഹൂദന്മാർ അംഗീകരിച്ചിട്ടുള്ള വിജാതീയരായിട്ടുള്ള 7 പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, മോശയ്ക്ക് തത്തുല്യമായ സ്ഥാനം നൽകിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ബിലയാം. മോശ യഹൂദന്മാർക്ക് പ്രവാചകനായി വന്നതുപോലെ ജാതികൾക്ക് പ്രവാചകനായി വന്നിട്ടുള്ളയാളാണ് ബിലയാം എന്നാണ് ചരിത്രത്തിൽ യഹൂദന്മാരുടെ വിശ്വാസം. ഇതേ സമയം എത്യോപ്യക്കാരുടെ ഇടയിൽ ഇവൻ കുറെക്കാലം രാജാവായിരുന്ന കഥകളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോയുടെ കാലത്ത് ഇസ്രായേൽ മക്കൾ അംഗസംഖ്യയിൽ പെരുകി വരുമ്പോൾ ഈ ജൂത വംശ വർധനവിനെ തടയാൻ മാർഗമന്വേഷിക്കുമ്പോൾ യിത്രോവ് ഈ ജനത്തിന് അനുകൂലമായി സംസാരിക്കുകയും പിന്നെ മിദ്യാനിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരികയും ചെയ്തു എന്നാണ് ഈ ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഇതേ സമയം ആ ജനത്തെ നശിപ്പിക്കേണ്ടതിന് ആൺസന്താനങ്ങളെ കൊന്നുകളയുവാൻ ഈ ജനത്തിന് ബുദ്ധി പറഞ്ഞുകൊടുത്ത തന്ത്രശാലിയായിരുന്ന ആ ദുഷ്ട മനുഷ്യൻ ബിലയാമായിരുന്നു എന്നാണ് രേഖകൾ. ഫറവോന്റെ പുത്രിയായിരുന്ന ബിഥയുടെ വളർത്തുമകനായിരുന്ന മോശ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ ഫറവോന്റെ കിരീടത്തിൽ അവൻ തൊടുക നിമിത്തം ഫറവോന് നാളെ ഭീഷണിയാകുമെന്ന് വിവരിച്ചു പറഞ്ഞ വ്യക്തിയും ബിലയാമാണെന്ന് ഈ ചരിത്ര ഭാഗങ്ങളിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സ്വപ്നങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ ഒരിക്കലെപ്പോഴോ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നന്മ തന്റെ വായിൽ നിന്ന് വീണപ്പോൾ അപ്പോൾ മുതൽ അവനോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങിയെന്നാണ് ഈ വിശ്വാസങ്ങളിൽ പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഈ മനുഷ്യന് ലഭിക്കണമെങ്കിൽ രാത്രികാലങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രഭാതത്തിൽ ദൈവത്തിന്റെ സഹവാസം അവനെ വിട്ടുപോകും. അവനൊരു ദുർമന്ത്രവാദിയെ പോലെ വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ രാക്കാലങ്ങളിലായിരുന്നു ദൈവത്തിൽ നിന്ന് അവന് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. റബിനിക്കൽ സാഹിത്യങ്ങളിൽ ഈ മനുഷ്യന്റെ വാക്കിനോട് ചേർത്ത് റാഷ അഥവാ ദുഷ്ടനായ എന്ന അർത്ഥം വരുന്ന പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഈ വിധത്തിൽ ഭാഗികമായി നന്മയും അതേസമയം അതേ അർത്ഥതലത്തിന്റെ അളവിൽ തിന്മയും ഇവനിൽ വസിക്കൊണ്ട് ഇവന്റെ ഒരു കണ്ണ് അന്ധവും ഒരു കാല് മുടന്തനും ഒരു ചെവി ബധിരനുമായിരുന്നു ഈ മനുഷ്യൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും ഒരുപോലെ സഹവാസങ്ങൾ സദാ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ബിലയാം എന്നാണ് ഈ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത്. ഫറവോന്റെ രാജസദസ്സുകളിൽ ഈ മനുഷ്യന് പ്രവേശനം ലഭിക്കുന്നത് 15-ാം വയസ്സിലാണ്. 15-ാം വയസ്സ് മുതൽ അത്ഭുതകരമായ വിധം ആളുകളെ അമ്പരപ്പിക്കും വിധം മാന്ത്രിക വേലകൾ ചെയ്യുവാൻ ഈ മനുഷ്യന് അറിയാമായിരുന്നു. മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ അർത്ഥങ്ങളും സ്വപ്നങ്ങളും ഒന്നിച്ചു പറയുവാൻ മന്ത്രവാദത്തിന്റെ സഹായത്താൽ ഈ മനുഷ്യന് കഴിയുമായിരുന്നു. ഇങ്ങനെ വളരെ ദുർശക്തികളുടെ ആവാസവും സഹിത്വവുമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ബിലയാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശയും ബിലയാവുമായിട്ടുള്ള കഥകൾ ഒരുപാട് ചരിത്രഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന്, ഫറവോന്റെ കോപത്തിന് പാത്രീഭൂതനായി തീർന്ന ബിലയാം ഒരിക്കൽ അവിടെ നിന്ന് തന്റെ മക്കളായിട്ടുള്ള ജാനറ്റും ജാംബ്രസും 2 പുത്രന്മാരായിരുന്നു ബിലയാമിനുണ്ടായിരുന്നത്. അവരുമായിട്ട് അവിടെ നിന്ന് അതിർത്തി കടക്കേണ്ടി വന്നു. അദ്ദേഹം അങ്ങനെ എത്യോപ്യൻ രാജാവായിരുന്ന കിക്കിയാനസിന്റെ രാജ്യത്ത് എത്തിച്ചേരുകയും കിക്കിയാനസിന്റെ ഉപദേഷ്ടാവായി അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഇതേസമയം മറ്റൊരു കാര്യം സംഭവിച്ചത്, മറ്റൊരു രാജ്യവുമായി യുദ്ധമുണ്ടായ സമയത്ത് ഈ മനുഷ്യൻ രാജാവ് യുദ്ധത്തിന് പോയ സമയത്ത് ഉപദേഷ്ടാവ് എന്ന നിലയിൽ രാജകാര്യങ്ങളുടെ ഉത്തരവാദിത്വം ബിലയാമിനെയും അവന്റെ പുത്രന്മാരെയും ഏൽപ്പിച്ചു എന്നും, എന്നാൽ ഇദ്ദേഹം കടന്നുപോയതിനു ശേഷം
അതിനു ചുറ്റും രാജനഗരിക്ക് ചുറ്റും കോട്ടകൾ പണിയുകയും കിടങ്ങുകൾ കുഴിച്ച് വെള്ളം നിറയ്ക്കുകയും അത് മാത്രമല്ല തന്റെ മന്ത്രവാദത്താൽ അതിന് കാവൽ നിൽക്കേണ്ടതിന് സർപ്പങ്ങളെ കൊണ്ടുവന്ന് ആ രാജനഗരിക്ക് ചുറ്റും കാവലാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളിൽ എഴുതപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മടങ്ങി വന്ന ടിക്കിയാനസിന് തന്റെ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. തൽഫലമായി ഏറിയ വർഷങ്ങൾ രാജ്യത്ത് പ്രവേശിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ മോശ മിസ്രൈമിൽ നിന്ന് പലായനം ചെയ്ത് എത്യോപ്യയിലെത്തിയെന്നും അതേസമയം മോശ അവിടെ എത്തിച്ചേരുക നിമിത്തം ബിലയാമിന് ഭയമുണ്ടായി എന്നും ഈ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. മോശയുടെ സഹായത്തോടുകൂടെ സർപ്പങ്ങളെ ഓടിച്ചു കളയുകയും അതിന് ചെയ്തത് ആ നഗരത്തിലെ ആ പട്ടണത്തിലെ ആളുകളോട് കാട്ടിൽ പോയി ഇളം ചില്ലകൾ കൊണ്ടുവരുവാൻ പറഞ്ഞെന്നും ആ ഇളം ചില്ലകളുടെ ശബ്ദവും അതിന്റെ സാന്നിധ്യവും നിമിത്തം സർപ്പങ്ങൾ ആ പട്ടണത്തെ വിട്ടൊഴിഞ്ഞു പോയെന്നും ടിക്കിയാനസിന് മടങ്ങി വന്ന് രാജ്യത്വം പ്രാപിക്കുവാൻ കഴിഞ്ഞുവെന്നുമാണ് ഈ ഭാഗത്തിന്റെ പിന്നിലെ ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറയുന്നത്. ഇതേ സമയത്ത് രസകരമായ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ടിക്കിയാനസ് അധികം താമസിക്കാതെ മരിക്കുകയും മോശ എത്യോപ്യയിൽ രാജാവായെന്നും ഇതിനോടനുബന്ധമായ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. റബിനിക് സാഹിത്യങ്ങളിലാണ് ഈ ഭാഗങ്ങൾ കഴിയുന്നത്. അവസാനം ആ കോട്ടയിലേക്ക് ടിക്കിയാനസ് എത്തിയപ്പോൾ വീണ്ടും ബിലയാമും പുത്രന്മാരും മടങ്ങി വന്ന് ഈ മിസ്രൈമിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ വന്ന് ശരണം പ്രാപിക്കുന്നു. കാലങ്ങൾ കുറെ കടന്നുപോയി. ഇതേ സമയത്ത് ആഫ്രിക്കൻ രാജാവിന് ഏശാവിന്റെ മകനായിരുന്ന സോഫയുമായി ബന്ധമുണ്ടാകുന്നു. അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങളിൽ നിന്ന് ഈ മനുഷ്യൻ അവരുടെ മൃഗജാലങ്ങളെ രക്ഷിക്കുക നിമിത്തം ആഫ്രിക്കൻ രാജാവുമായി ഈ ഏശാവിന്റെ കൊച്ചുമകന് ബന്ധമുണ്ടാകുന്നുണ്ട്. എലിഫസിന്റെ മകനായ സോഫയ്ക്ക് ബന്ധമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ബന്ധമുണ്ടായതിനു ശേഷം ആ രാജ്യവുമായി ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരൊരിക്കൽ ഈജിപ്തിനെ ആക്രമിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. ഈജിപ്തിനെ ആക്രമിക്കുക, യാക്കോബിന്റെ 12 പുത്രന്മാരിൽ പെരുകിക്കിടക്കുന്ന ഇസ്രയേൽ ജനത്തെയും അല്ലെങ്കിൽ യഹൂദന്മാരെയും ആക്രമിക്കുക എന്ന ചിന്ത ഉണ്ടായി. ഈ യുദ്ധം വിജയിക്കുമോ എന്നറിയേണ്ടതിന് ബിലയാമിനെ അവർ വിളിച്ചു വരുത്തുന്നു. ബിലയാം ലക്ഷണങ്ങൾ നോക്കിയിട്ട് അവരോട് മറുപടി പറയുന്ന ഭാഗം വളരെ രസകരമാണ്. അദ്ദേഹം മെഴുകുകൊണ്ട് കുതിരകളെയും രഥങ്ങളെയും ഉണ്ടാക്കി. അതിനുശേഷം ഇതിനെ ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെയും ഈ യാക്കോബിന്റെ പുത്രന്മാരുടെയും അതേസമയം ഈ ആഫ്രിക്കൻ രാജാവിന്റെയും കൂടെ സോഫിമുണ്ട്, അവരുടെയും യുദ്ധത്തിന്റെ കുതിരകളെയും രഥങ്ങളെയും ഉണ്ടാക്കി. ഇതിനുശേഷം അതിന്മേൽ അവരുടെ പേരെഴുതി. പിന്നീട് വെള്ളത്തിൽ ജലത്തിൽ ഇവയെ ഒന്നിച്ചിടുമ്പോൾ തന്റെ മന്ത്രവാദത്താൽ ഈ മിസ്രൈം രാജാവിന്റെ ഈജിപ്ത് രാജാവിന്റെ കുതിരകൾ പൊങ്ങിക്കിടന്നുവെന്നും യാക്കോബിന്റെ പുത്രന്മാരുടെ കുതിരകളും പൊങ്ങിക്കിടന്നുവെന്നും ഈ ആഫ്രിക്കൻ രാജാവിന്റെയും സോഫിമിന്റെയും കുതിരകൾ മുങ്ങിപ്പോയെന്നും തൽഫലമായി യുദ്ധത്തിലേർപ്പെടരുതെന്ന് അവരെ വിലക്കിയതായിട്ടും ബിലയാമിനെ പറ്റി ഒരു കഥ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. കാലങ്ങൾ കുറെ കഴിഞ്ഞു. മോശ തിരികെ വരുമ്പോൾ മിസ്രൈമിൽ മന്ത്രവാദികളുടെ തലവനായിട്ട് ബിലയാമും അവന്റെ മക്കളായിട്ടുള്ള ജാനറ്റും ജാംബ്രസും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മോശയുടെ വടി നിലത്തിടുമ്പോൾ ആ വടി പാമ്പായി തീർന്നെന്നും ആ വടി വിഴുങ്ങിക്കളഞ്ഞ അല്ലെങ്കിൽ ആ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞ മന്ത്രവാദികളുടെ വടികൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ അവയിൽ ഇവരുടെയും സർപ്പങ്ങൾ പെടുമെന്നും ജോസഫസിന്റെ ചരിത്രരേഖകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ജെറഫലിമിന്റെ ദിനവൃത്താന്ത പുസ്തകം 47 അധ്യായത്തിന്റെ 6-7 ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ബിലയാമിനെ ബാലാക്ക് വിളിച്ച് ഗിരികളുടെ മുകളിൽ നിർത്തിക്കൊണ്ട് ഇസ്രയേൽ ജനത്തെ യഹൂദന്മാരെ ശപിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതേ സമയം ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയും അവസാനം ആ ജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ജനത്തിന്റെ ശക്തിയെക്കുറിച്ചും അവരുടെ നിവാസങ്ങളുടെ ശുഭതയെക്കുറിച്ചും ബിലയാം പറഞ്ഞ വാക്കുകൾ യഹൂദന്മാരുടെ വിവിധ ആരാധനാലയങ്ങളുടെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ജനത്തെ ഒരു തരത്തിലും നശിപ്പിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി, ശപിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ബിലയാമിന്റെ സ്വഭാവം തന്നെ ദൈവം കോപിക്കുന്ന നിമിഷം ഏതോ ആ നിമിഷത്തെ തിരിച്ചറിഞ്ഞിട്ട് ജനത്തെ ശപിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന എല്ലാ ശാപങ്ങളും ഫലിക്കും. അതായിരുന്നു അന്നത്തെ വിശ്വാസം. തന്നിമിത്തം തന്നെ ഈ ശാപങ്ങൾക്ക് പിന്നിലുള്ള ദൈവത്തിന്റെ കോപത്തിന്റെ സമയത്തെ നിർണായകമായി മനസ്സിലാക്കുവാൻ ഈ മനുഷ്യന് കഴിയുമായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ ഒരു പ്രത്യേകമായ
അടവ് തന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. അതിങ്ങനെയായിരുന്നു: മോവാബി സ്ത്രീകളിൽ കൂടെ യഹൂദന്മാരുടെ ജൂതന്മാരുടെ ആൺസന്താനങ്ങളെ വശീകരിച്ച് അവരെ വിഗ്രഹാർപ്പിതങ്ങളും യാഗങ്ങളും ബലികളും അർപ്പിക്കുവാൻ അവരെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു. 24,000-ഓളം യൗവനക്കാരെയാണ് ഈ തന്ത്രത്തിലൂടെ, ബിലയാമിന്റെ തന്ത്രത്തിലൂടെ ബാലാക്ക് വീഴ്ത്തിയത്. തൽഫലമായി ഒരു മഹാബാധ പോലെ ഒരു ഉപദ്രവം ഉണ്ടാകുകയും 24,000-ഓളം സ്ത്രീകൾ, യൗവനക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് ഈ ഭാഗത്തിന്റെ ചരിത്രത്തിൽ ഉണ്ട്. മാത്രവുമല്ല, പിന്നീട് മോവാബുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനത ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഒരു ഭക്തന്റെ മരണം പോലെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭതയുള്ള പ്രവാചകന്റെ നിര്യാണം പോലെ ഒരു മരണം കൊതിച്ച വ്യക്തിയായിരുന്നു ബിലയാം. എന്നാൽ സംഭവിച്ച കാര്യം, ഒരു നീചനെ പോലെ അവൻ കൊല്ലപ്പെട്ടു. നീചനെ പോലെ കൊല്ലപ്പെട്ടു എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യന്റെ മരണത്തിന്റെ വൃത്താന്തത്തെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്: അവൻ കല്ലെറിയപ്പെട്ടു, അവന്റെ കഴുത്തു ഞെരുക്കപ്പെട്ടു, അവനെ വാൾ കൊണ്ട് വെട്ടിക്കളഞ്ഞു. രാജാവിന് യുദ്ധമുന്നണിയിൽ ബുദ്ധി പറയേണ്ടതിനും അതേസമയം യുദ്ധം മുറുകും പക്ഷം ബലം കുറഞ്ഞുപോയാൽ എതിർകക്ഷികളെ ശപിക്കേണ്ടതിനും യുദ്ധമുന്നണിയിൽ രാജാവിനോടൊപ്പം ഈ മനുഷ്യനുണ്ടായിരുന്നു. ലോത്തിന്റെ പിന്മുറക്കാരനായി ജനനം കൊണ്ടും ജന്മം കൊണ്ടും അറിയപ്പെടുന്ന ഈ മനുഷ്യൻ ആ അടർക്കളത്തിൽ സംഭവിച്ച കാര്യം ഇങ്ങനെയാണ്: അവൻ ഓടിപ്പോകയിൽ അവനെ കല്ലെറിഞ്ഞു വീഴ്ത്തിയിട്ട് ജനം അവനെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു. പക്ഷെ അവൻ മരിച്ചില്ല. തൽഫലമായി യുദ്ധമുന്നണിയിൽ നിന്ന് ഒരു പടയാളി തന്റെ വാൾ കൊണ്ട് അവനെ വെട്ടിക്കളഞ്ഞു. പെരുവഴിയിൽ ശിരസറ്റവനായി, ജഡം തലവേറെ ഉടൽ വേറെയായി ഈ മനുഷ്യൻ കിടന്നുവെന്നും എപ്പോഴോ മൃഗങ്ങളും പക്ഷികളും അവന്റെ ജഡത്തെ ആക്രമിച്ചു ആഹരിച്ചുവെന്നും ഒക്കെ ഈ ഭാഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ജാതികൾക്ക് പിന്നീട് ഏതോ ഒരു കാലത്ത്, നന്മയുടെ കാലങ്ങളിൽ ജാതികൾക്ക് നന്മയുടെ കാലങ്ങളിൽ വീണ്ടും മോശയെപ്പോലെ മരണം കാണാതെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇവൻ വീണ്ടും നന്മയെക്കുറിച്ച് പ്രസംഗിക്കുമെന്നും ജ്ഞാനേയ മതക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. ബിലയാം ഒരിടത്ത് നന്മയും മറുവശത്ത് തിന്മയുമായി, ഒരു കണ്ണ് അന്ധവും ഒരു കണ്ണ് തുറക്കപ്പെട്ടതും, ഒരു ചെവി കേൾക്കുന്നതും ഒരു ചെവി കേൾക്കാത്തതും, ഒരു കാല് നല്ലതും മറ്റൊന്ന് മുടന്തുള്ളതുമായി, നന്മയുടെയും തിന്മയുടെയും ഒരേ പ്രതീകമായി എല്ലായിടങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ ചിലപ്പോഴൊക്കെ നന്മയും ചിലപ്പോഴൊക്കെ തിന്മയുമുള്ള മനുഷ്യത്വത്തിന്റെ നേർരൂപമായി ചരിത്രത്തിൽ എപ്പോഴും നിവസിക്കുന്നു. എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഭാഗീയ നന്മകൾ, ഭാഗീയ തിന്മകൾ ഒരു മനുഷ്യനിൽ പോർ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ തിന്മയ്ക്ക് അടിമപ്പെട്ടാൽ അവനുണ്ടാകുന്ന അപജയം പൂർണ്ണമായിരിക്കും. മടങ്ങി വരാൻ കഴിയാത്ത പോലെ ഒരുപക്ഷെ തകർന്നു പോകും. PC ടോക്കിന്റെ അടുത്തൊരധ്യായത്തിൽ പുതിയ കഥകളുമായി വീണ്ടും കാണും വരെ സൈനിങ് ഓഫ്. ടേക്ക് കെയർ.